ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഒരു ചക്കപ്പഴത്തിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും നല്ല രാത്രിയായി. അപ്പോഴത്തേക്കിനും നമ്മുടെ രാഗി ചേച്ചിയാണെങ്കിൽ ഒരു പൊതു കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ചക്കപ്പഴമാണ് കഴിച്ചോളൂ കേട്ടോ എന്ന്. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് ചക്കപ്പഴം. ഈ വർഷം തുടങ്ങിയ പിന്നെ ചക്ക എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ കഴിച്ചിട്ടില്ല. അങ്ങനെ ഈ പൊതി കൈ കിട്ടിയ പിന്നെ ഇത് അപ്പം തന്നെ നമുക്ക് തിന്നാനായി. പിന്നീട് ഇത് മുറിക്കാനായി കത്തിയിൽ ഒരല്പം എണ്ണയൊക്കെ തേച്ച് നമ്മളിത് മുറിച്ച് ഓരോ ചോളയായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള തേൻ വരിക്ക ചക്കയാണിത്. നല്ല മധുരമായിരുന്നു ഈ ചക്കപ്പഴത്തിന്. നല്ല സ്വർണ്ണ നിറമുള്ള ചക്കപ്പഴം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ ചക്കച്ചോള എല്ലാം ഇരുത്തിയിട്ടതിന് ശേഷം നമ്മളിനി ഓരോ ചക്കച്ചോളയായിട്ട് എടുത്തിട്ട് അതിൻ്റെ പാടയും ചക്കക്കുരു ഞങ്ങൾ മാറ്റി. അങ്ങനെ എല്ലാ ചക്കച്ചോളേൻ്റെ പാടയും കുരു നമ്മളിങ്ങനെ മാറ്റിയതിന് ശേഷം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ ഈ ചക്കച്ചോള മൊത്തം അകത്താക്കി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ചക്കപ്പഴത്തിൻ്റെ കഥ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇപ്പോൾ ആണെങ്കിൽ നിറയെ ചക്ക സീസണാണ്. നമ്മുടെ ഒക്കെ പാടത്തും തൊടിയിലൊക്കെ ഒരുപാട് ചക്കകൾ ഉണ്ടെന്നും അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്കപ്പഴമായിട്ടും ചക്ക വേവിച്ചതായിട്ടൊക്കെ കഴിച്ചിട്ട് പണ്ട് കാലത്തുള്ള നമ്മുടെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി അയവിറക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ ചക്കപ്പഴം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഏത് ചക്കയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നും കൂടി ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ. ആദ്യമേ ഞാൻ പറയാം, എനിക്കിഷ്ടം വരിക്കച്ചക്കയാണ് കേട്ടോ. കുഴച്ചക്കനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.